ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുൽ സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റൂളിംഗ് ദ കൺട്രി സൈഡ് എന്നുള്ള ചാപ്റ്ററിലെ ഹിസ്റ്ററിയിലെ ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിലെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മക്കൾക്ക് ഓൾറെഡി അറിഞ്ഞ് കഴിച്ചിട്ടുണ്ടാവും. ഒരു പാസേജ് ഉണ്ടാവും. ആ പാസേജിന് ബേസ് ചെയ്തിട്ട് എന്തുണ്ടാവും? ഒരു 4 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും? ആ പാസേജിനെ ബേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ പാസേജ് കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം? അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താം, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് റൂളിംഗ് ദ കൺട്രി സൈഡ് എന്നുള്ള ചാപ്റ്ററിൽ 2 കേസ് സ്റ്റഡീസ് ആണ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ടും ക്ലാസ് കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ വെച്ച് ചെയ്ത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ബീങ് എ പ്ലാന്റ് ഓഫ് ടെമ്പറേച്ചർ സോൺസ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇൻഡിഗോ ക്രോപ്പിനെ കുറിച്ചാണ്. ഇൻഡിഗോ ക്രോപ്പിനെ കുറിച്ചുള്ള ഒരു കേസാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ബീങ് എ പ്ലാന്റ് ഓഫ് ദ ടെമ്പറേച്ചർ സോൺസ് wood was a more easily available in Europe. നമുക്ക് കാണാൻ പറ്റും wood-ആണ് ഈസിലി എവിടെ അവൈലബിൾ ആവുന്നത്? യൂറോപ്പിൽ അവൈലബിൾ ആണ്. ബട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതൽ ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ക്ലോത്ത് ഡയേഴ്സൊക്കെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഇൻഡിഗോയാണ് അല്ലേ? ഇൻഡിഗോ ഇമ്പോർട്ട് ചെയ്യുന്നതിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ആര് ബോധേഡാണ് അല്ലെങ്കിൽ ആര് വറീഡ് ആയിരുന്നു? വുഡ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ വുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ വുഡ് എന്താ പറയുക കൾട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ അതിൽ വറീഡ് ആയിരുന്നു. ബിക്കോസ് എല്ലാ ആളുകളും ഇൻഡിഗോക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഡിഗോക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇൻഡിഗോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ത്? റിച്ച് ബ്ലൂ കളർ അല്ലേ? ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇൻഡിഗോ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? റിച്ച് ആയിട്ടുള്ള ബ്ലൂ കളറാണ് ഇൻഡിഗോ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓടാണെങ്കിലോ ഡൾ ആൻഡ് പെയിലാണ് അല്ലെങ്കിൽ പെയിൽ ആൻഡ് ഡൾ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻഡിഗോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇൻഡിഗോ ബാൻ ചെയ്യാനൊക്കെ പ്രൊഡ്യൂസേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നു. ഇൻഡിഗോ ബാൻ ചെയ്യുന്നു. പിന്നീട് വീണ്ടും ക്ലോത്ത് ഡയേഴ്സ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു? ഇൻഡിഗോ ഞങ്ങൾക്ക് വീണ്ടും വേണം, ഇൻഡിഗോ ഇമ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ്റിനെ പ്രഷറൈസ് ചെയ്യുന്നു. അങ്ങനെ ഇൻഡിഗോ വീണ്ടും എന്ത് ചെയ്യുന്നു? ആ ബാൻ റിലാക്സേഷൻ കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പ്രധാനമായിട്ടും എവിടേക്കാണ് യൂറോപ്പിൽ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ദ ഫ്രഞ്ച് ബിഗാൻ കൾട്ടിവേറ്റിംഗ് ഇൻഡിഗോ ഇൻ സെൻറ്റ് ഡൊമിംഗോ ഇൻ ദ കരീബിയൻ ഐലാൻഡ്സ്, ഇൻ പോർച്ചുഗീസ് ഇൻ ബ്രസീൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇൻ ജമൈക്ക ആൻഡ് ദ സ്പാനിഷ് ഇൻ വെനസ്വേല. ഇവിടേക്കാണ് എന്ത് ചെയ്തിരുന്നത്? ഇൻഡിഗോ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിലെയും മെനി പാർട്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കേസിൽ പറയുന്നത്. ഈ ഒരു പാരഗ്രാഫിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വൈ ഡിഡ് ദ ക്ലോത്ത് ഡയേഴ്സ് പ്രിഫർ ഇൻഡിഗോ ഇൻ പ്ലേസ് ഓഫ് വുഡ്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന ക്ലോത്ത് ഡയേഴ്സ് ഇൻഡിഗോ പ്രിഫർ ചെയ്തതാണ് ഫസ്റ്റ് ചോദ്യം. വുഡിനേക്കാളും എന്തുകൊണ്ടാണ് ഇൻഡിഗോ പ്രിഫർ ചെയ്തതെന്ന് ചോദിക്കണം നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്താണ് റീസൺ? ഇൻഡിഗോ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? റിച്ച് ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഇറ്റ് പ്രൊഡ്യൂസ്ഡ് റിച്ച് ബ്ലൂ കളർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇറ്റ് പ്രൊഡ്യൂസ്ഡ് റിച്ച് ബ്ലൂ കളർ എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂറോപ്യൻ ക്ലോത്ത് പ്രൊഡ്യൂസേഴ്സ് pressurized their government to relax the ban on indigo import. This statement is true or false എന്നാണ് ചോദിക്കുന്നത്. ട്രൂ ആണ്. ബിക്കോസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇൻഡിഗോ എന്താ പറയുക, ഈ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ്റിനോട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിഗോ പ്രൊഡ്യൂസേഴ്സ് എന്ത് പ്രഷറൈസ് ചെയ്യുന്നുണ്ട്? യൂറോപ്യൻ ക്ലോത്ത് പ്രൊഡ്യൂസേഴ്സ് പ്രഷറൈസ് ദെയർ ഗവൺമെൻറ് ടു റിലാക്സ് ദ ബാൻ ഓൺ ഇൻഡിഗോ ഇമ്പോർട്ട്സ്. ഇൻഡിഗോ ഇമ്പോർട്ടിൻ്റെ ബാൻ എന്ത് ചെയ്യണം? റിഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ റിലാക്സേഷൻ കൊടുക്കണമെന്ന് ഈ പറയുന്ന ക്ലോത്ത് പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മക്കളെ കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വേർ ഡസ് പോർച്ചുഗീസ് കൾട്ടിവേറ്റഡ് ഇൻഡിഗോ? എവിടെയാണ് പോർച്ചുഗീസ് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്? ഇവിടെ നമുക്ക് കൃത്യമായിട്ടും പറയുന്നുണ്ട് പോർച്ചുഗീസ് ഇൻ ബ്രസീൽ അല്ലേ? ബ്രസീലാണ് അവിടെ എന്ത് ചെയ്യുക? റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ: വൈ ഡിഡ് ദ ക്ലോത്ത് ഡയർ നോട്ട് പ്രിഫർ വുഡ്? വുഡ് എന്തുകൊണ്ടാണ് വുഡ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ക്ലോത്ത് ഡയേഴ്സ് പ്രിഫർ ചെയ്യാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ഡൾ ആൻഡ് പെയിൽ. അതെന്താണ്? ഡൾ ആൻഡ് പെയിൽ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? ഓട് കൂടുതലും പ്രിഫർ ചെയ്യാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ദിവാനി പവർ കൊടുത്തതിനെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റുന്നത്. On 12th August 1765, the Mughal Emperor appointed the East India Company as the Diwan of Bengal. ബംഗാളിലെ ദിവാനായിട്ട് 1765 ഓൺ 12th ഓഗസ്റ്റിലാണ് മുഗൾ എംപറർ ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദ ആക്ച്വൽ ഇവൻറ്റ് മോസ്റ്റ് പ്രോബബ്ലി ടൂക്ക് പ്ലേസ് ഇൻ റോബർട്ട് ക്ലൈവ്സ് ടെൻറ്റ്. ഈ ഒരു ഇവൻറ്റ് നടന്നിട്ടുള്ളത് റോബർട്ട് ക്ലൈവിൻ്റെ ടെൻറ്റിലാണ്. ബട്ട് നമുക്കിവിടെ കാണാൻ പറ്റും എന്താണ്? വിത്ത് എ ഫ്യൂ ഇംഗ്ലീഷ്മെൻ ആൻഡ് ഇന്ത്യൻസ് ആ വിറ്റ്നസ്. ഈ ഒരു ഇവൻറ്റിൽ ഫ്യൂ ഇംഗ്ലീഷ്മെനും ഇന്ത്യൻസും മാത്രമേ വിറ്റ്നസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വാട്ട് ഇൻ ദ പെയിൻറ്റിങ് അബോ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പെയിൻറ്റിങ് തന്നിട്ടുണ്ട് അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പെയിൻറ്റിങ് തന്നിട്ടുണ്ട്. പെയിൻറ്റിങ്ങിന് ടെക്സ്റ്റ് ബുക്ക് ഇടാം.
അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പെയിൻറ്റിങ് തന്നിട്ടുണ്ട്. ആ പെയിൻറ്റിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ദ ഇവൻറ്റ് ഈസ് ജോൺ ആസ് എ മെജസ്റ്റിക് ഒക്കേഷൻ. ഈ ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത് ഒരു മെജസ്റ്റിക് ഒക്കേഷനാണ്. ബിക്കോസ് ഇസ്നിയ കമ്പനിക്ക് ദിവാൻ പവർ കിട്ടാണ്. ഇസ്നിയ കമ്പനിക്ക് ഈ പറയുന്ന പോലെ തന്നെ ബംഗാളിൽ ടാക്സ് കളക്ട് ചെയ്യാനും ബംഗാളിൽ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള പവർ കിട്ടാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിഗ് ഇവൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഒരു ബിഗ് ഇവൻ്റ് ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ ആ ഒരു ബിഗ് ഇവൻ്റ് ആണ് എന്നുള്ള ഒരു പെയിൻറ്റിങ് വരയ്ക്കാൻ ആര് ഡിമാൻഡ് ചെയ്യാണ്? റോബർട്ട് ക്ലൈവ് പെയിൻറ്ററോട് ഡിമാൻഡ് ചെയ്യാണ്. ദ പെയിൻറ്റർ വാസ് കമ്മീഷൻഡ് ബൈ ദ ക്ലൈവ് ടു റെക്കോർഡ് എ മെമ്മറബിൾ ഇവൻറ്റ്സ് ഇൻ ക്ലൈവ്സ് ലൈഫ്. ക്ലൈവിൻ്റെ ലൈഫിലെ, റോബർട്ട് ക്ലൈവിൻ്റെ ലൈഫിൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഇവൻ്റ് ആണെന്ത് ഈ പറയുന്ന ദിവാനി പവർ, അല്ലെങ്കിൽ ദിവാൻ പവർ എന്ന് പറയുന്നത്, ബംഗാളിലെ ദിവാൻ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ബിഗ്ഗസ്റ്റ് ഇവൻറ്റ് തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പെയിൻറ്റിങ് വരയ്ക്കാനാണ് ആര് ഡിമാൻഡ് ചെയ്യുന്നത്? ക്ലൈവ് ആരോട് ഡിമാൻഡ് ചെയ്യുന്നത്? പെയിൻറ്ററോട് ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആസ് ദിവാൻ ദ കമ്പനി ബിഗെയിം ദ ചീഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ ടെറിട്ടറി അണ്ടർ ഇറ്റ്സ് കൺട്രോൾ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും യെസ് നൗ ഇറ്റ് ഹാഡ് എ തിങ് ഓഫ് അഡ്മിനിസ്ട്രിങ് ദ ലാൻഡ് ആൻഡ് ഓർഗനൈസിങ് ഇനഫ് റവന്യൂ ടു മീറ്റ് ദ ഗ്രോയിങ് എക്സ്പെൻസസ് ഓഫ് ദ കമ്പനി. ട്രേഡിംഗ് കമ്പനി ഹാസ് ഓൾസോ എൻഷുർ ദാറ്റ് ഇറ്റ് കുഡ് ബൈ ദ പ്രൊഡക്ട്സ് ഇറ്റ് നീഡഡ് ആൻഡ് സെൽ വാട്ട് ഇറ്റ് വാണ്ടഡ്. അവിടെ നമുക്ക് കാണാൻ പറ്റും യെസ് അവർക്ക് വേണ്ട ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാം, അവർക്ക് വേണ്ട എന്താ പറയുക, അവർക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ത് ദിവാൻ പവർ എന്ന് പറയുന്നത്. ബിക്കോസ് അവർ ദിവാനായി, അപ്പോൾ അവർക്ക് അവിടുത്തെ ടാക്സ് കളക്ട് ചെയ്യാം. ആ ടാക്സ് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഇവിടുന്ന് ആവശ്യമായിട്ടുള്ള ക്രോപ്സ് കളക്ട് ചെയ്യാം. അപ്പോൾ അവർക്ക് വേണ്ട എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അവർക്ക് വേണ്ട ക്രോപ്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെയുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ ദിവാൻ പവർ കിട്ടുന്നത്. അവിടെ ഇത് ബിഗ്ഗസ്റ്റ് ഇവൻ്റ് ആണ് ആരെ സംബന്ധിച്ചിടത്തോളം, ഈസ്റ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, റോബർട്ട് ക്ലൈവിനെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാസേജിൽ പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. Which historic event, according to the paragraph, occurred on 12th August 1765? എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Where did the actual event take place? എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. Who were the witness to the event mentioned in the above paragraph? എന്നുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ. Who commissioned the painter for the painting mentioned in the above paragraph? എന്നുള്ളതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇങ്ങനെ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസിന് ആൻസറാണ് നമുക്ക് നോക്കാനുള്ളത്. അവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ ഇവൻ്റ് എന്ന് പറയുന്നത് കമ്പനി ബിക്കെയിം ദ കമ്പനി ആസ് എ ദിവാൻ ഓഫ് ബംഗാൾ എന്നുള്ളതാണ് ഫസ്റ്റ് ആൻസർ. ഓക്കെ, ആ മുഗൾ എംപറർ ഈസ്റ്റ് കമ്പനിയെ ദിവാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്താണ് ഇവൻറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ആക്ച്വലി ഇവൻറ്റ് നടന്നിട്ടുള്ളത് റോബർട്ട് ക്ലൈവിൻ്റെ ടെൻറ്റിലാണ് എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. എവിടെയാണ് ഈ ഒരു ഇവൻറ്റ് നടന്നിട്ടുള്ളതെന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ആക്ച്വൽ ഈ ഒരു ഇവൻറ്റിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വെച്ചാൽ ഫ്യൂ ഇംഗ്ലീഷ്മെൻ ആൻഡ് ഇന്ത്യൻസ് ആർ വിറ്റ്നസ് എന്നുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതുപോലെ തന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യെസ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആരാണ് ഈ പറയുന്ന പെയിൻറ്റർ കമ്മീഷൻ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ റോബർട്ട് ക്ലൈവ് ആണ്. ഈ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഇവൻറ്റ്സ് എന്ത് ചെയ്യണം? യെസ്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റോബർട്ട് ക്ലൈവ് ഈ പറയുന്ന പെയിൻറ്റർ എന്ത് ചെയ്തിട്ടുള്ളത്? അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, 2 കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. രണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത് റൂളിംഗ് ദ കൺട്രി സൈഡ് എന്നുള്ള ചാപ്റ്ററിൽ തന്നെ 2 ഏരിയാസ് ആണ് അല്ലേ. ഒന്ന് ക്രോപ്പ് കൾട്ടിവേഷനെ കുറിച്ചാണ്, മറ്റൊന്ന് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ദിവാൻ പവറിനെ കുറിച്ചാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എനിവേ എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസേഴ്സ് എവിടെ തന്നെ ഉണ്ടാവും? ആ പാസേജിൽ തന്നെ ഉണ്ടാവും ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? ഒരു കെയർഫുള്ളായിട്ട് ആ ഒരു പാസേജ് വായിക്കാം, അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. വളരെ ഈസി ആയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസേഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മക്കളും സെറ്റായി പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അല്ലാത്ത MCQs ആണെങ്കിലും മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മുടെ എൻറ്റയർ ടീം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് വീണ്ടും കാണാം മക്കളെ. താങ്ക് യു ഓൾ, ബൈ.